കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിലാണ്. 60 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടത്തിലെ പല മുറികളും ചോർന്നൊലിക്കുന്ന അവസ്ഥയിൽ. ഏത് നിമിഷവും തകർന്നു വീഴാറായ നിലയിലാണ് കെട്ടിടമെന്ന് വിദ്യാർത്ഥികളും പറയുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടം വളരെയധികം ദാരുണമായിരുന്നു. അത് മറ്റുള്ളവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ സൂപ്രണ്ട് തന്നെ പറയുന്നുണ്ട് തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അല്ലെങ്കിൽ തങ്ങളുടെ കുറ്റങ്ങൾ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ അവസ്ഥയും മറ്റൊന്നല്ല. പക്ഷെ 60 വർഷത്തിലധികമായ ഈ കെട്ടിടം ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലായിട്ട് പോലും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് തന്നെയാണല്ലേ? തീർച്ചയായിട്ടും ദേവിക, ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. അവിടുത്തെ PG മെൻസ് ഹോസ്റ്റലിലെ കോൺക്രീറ്റ് മേൽഭാഗത്തെ പ്ലാസ്റ്ററിംഗ് അടർന്ന് വീണ് വിദ്യാർത്ഥിയുടെ മേൽ വീണ് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനവും എല്ലാം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് തണുത്തു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും വലിയ ആശങ്ക ഉന്നയിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. പക്ഷേ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഈ വിഷയം സംബന്ധിച്ച് ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കരുത് എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വിദ്യാർത്ഥികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ അഡ്രസ് ചെയ്യുമെന്നും പരിഹാരം കാണുമെന്നും ഈ വിദ്യാർത്ഥികളോട് മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ ഭീതിതമാണ്. പല മേൽക്കൂരയുടെയും കോൺക്രീറ്റ് കമ്പികൾ തെളിഞ്ഞു കാണുന്ന തരത്തിലാണുള്ളത്. പ്ലാസ്റ്ററിങ് അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഭിത്തികളെല്ലാം തന്നെ വിള്ളലുകൾ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണ്, ചോർന്നൊലിക്കുന്ന അവസ്ഥയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇത്രയും കാലം അവിടെ താമസിച്ചിരുന്നത് എന്ന് തന്നെ നമുക്ക് അത്ഭുതപ്പെടുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ പല വിധത്തിലുള്ള ആശങ്ക അറിയിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നടപടിയെടുക്കുമെന്ന്, പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വീണ്ടും ഈ വിഷയങ്ങൾ സജീവമായി വരികയാണ്. മറ്റൊരു കെട്ടിടം കൂടി ഏതാണ്ട് ഇപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങളിലുള്ള ഏതാണ്ട് 60 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ്. ഇപ്പോൾ തകർന്നു വീണ ശുചിമുറി കോംപ്ലക്സ് പണിത അതേ കാലഘട്ടത്തിൽ തന്നെ പണിത മറ്റൊരു കെട്ടിടമാണ് ഇതും. മറ്റൊരു കെട്ടിടം കൂടി താരതമ്യേന ഇപ്പോൾ പറഞ്ഞ കെട്ടിടത്തെക്കാൾ താരതമ്യേന പുതിയ കെട്ടിടത്തിലും സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഉള്ളത് എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതിലെല്ലാം നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ മെഡിക്കൽ കോളേജിലെ മറ്റു കെട്ടിടങ്ങളുടെ കാലപ്പഴക്കവും അതിൻ്റെ അപകടാവസ്ഥയും എല്ലാം തന്നെ പരിശോധിക്കുമെന്നും വിവിധ വകുപ്പ്, അതായത് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുമായിട്ടും പൊതുമരാമത്ത് വിഭാഗങ്ങളുമെല്ലാമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള പരിശോധന നടത്തി നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ശരി.